സ്വപ്നങ്ങൾ വെറും നിദ്രാനുഭവങ്ങൾ മാത്രമല്ല റിയോ ടാറ്റ്സുഗി എന്ന ജാപ്പനീസ് മാംഗ കലാകാരിക്ക് അവർക്കത് ഭാവിയുടെ സൂചനകളാണ്. ജപ്പാനിലെ പുതിയ ബാബ വാങ്ക എന്നറിയപ്പെടുന്ന ജാപ്പനീസ് മാംഗ ആർട്ടിസ്റ്റാണ് താൻ കണ്ട സ്വപ്നങ്ങളിലൂടെ ലോകത്തെ ഞെട്ടിച്ച പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ളത്. ദ ഫ്യൂച്ചർ ഐ സോ എന്ന ഗ്രാഫിക് നോവലിലൂടെയാണ് അവർ ഈ പ്രവചനങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് അവർ രേഖപ്പെടുത്തിയ ചില പ്രവചനങ്ങൾ പിന്നീട് യാഥാർത്ഥ്യമായപ്പോൾ ലോകം ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഫെഡ്രി മെർക്കുറിയുടെ മരണം, കോംബെ ഭൂകമ്പം, ഡയാന രാജകുമാരിയുടെ മരണം ഇവയെല്ലാം ടാറ്റ്സുഗിയുടെ പ്രവചനങ്ങളാണ്. 2011 മാർച്ചിൽ കിഴക്കൻ ജപ്പാനിൽ ഒരു മഹാദുരന്തം ഉണ്ടാകുമെന്ന ഞെട്ടിക്കുന്ന പ്രവചനം നടത്തുകയും 15 വർഷങ്ങൾക്ക് ശേഷം 2011 മാർച്ച് 11 ജപ്പാനിലുണ്ടായ ഭീകരമായ ഭൂകമ്പവും സുനാമിയും ഫുകുഷിമ ആണവ ദുരന്തത്തിനും ശേഷമാണ് റിയോ ടാറ്റ്സുഗി ലോകശ്രദ്ധ നേടിത്തുടങ്ങിയത്. 1995 25 വർഷം കഴിഞ്ഞ്, അതായത് 2020 ഒരു അജ്ഞാത വൈറസ് വരുമെന്നും ടാറ്റ്സുഗി പ്രവചിച്ചിരുന്നു. 2020 ലോകം COVID-19 എന്ന മഹാമാരിക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ഇത് പലരെയും ഞെട്ടിച്ച ഒന്നായിരുന്നു. കാരണം പ്രവചനത്തിലെ വർഷവും വൈറസിന്റെ സ്വഭാവവും ഏറെക്കുറെ യാഥാർത്ഥ്യവുമായി ഒത്തുപോകുന്നതായിരുന്നു. ടാറ്റ്സുഗിയുടെ പ്രവചനം വിശ്വസിച്ച പലരും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായും പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് റിയോ ടാറ്റ്സുഗിയുടെ ഏറ്റവും പുതിയ പ്രവചനത്തിലേക്കാണ്. 2025 ജൂലൈ 5 ജപ്പാനെ ഒരു വലിയ പ്രകൃതി ദുരന്തം ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ജപ്പാനും ഫിലിപ്പീൻസിനും സമീപമുള്ള കടലിൽ 2011 സുനാമിയേക്കാൾ 3 ഇരട്ടി വലുതായ ഒരു വലിയ സുനാമി ഉണ്ടാകുമെന്നും ജപ്പാന്റെ തെക്ക് ഭാഗത്തുള്ള സമുദ്രം തിളച്ചു മറയുന്നതായും ജപ്പാൻ, ഇന്തോനേഷ്യ, തായ്വാൻ, വടക്കൻ മരിയാന ദ്വീപുകൾ എന്നിവയെ ബന്ധിപ്പിക്കുന്ന വജ്രാകൃതിയിലുള്ള ഒരു പ്രദേശത്ത് ഭീകരമായ കുമിളകൾ ഉയരുന്നതായും അവർ വിവരിക്കുന്നുണ്ട്. കടലിനടിയിലെ അഗ്നിപർവ്വത സ്ഫോടനമാണ് ഇതിന് കാരണമാകാൻ സാധ്യതയെന്നും അവർ സൂചിപ്പിക്കുന്നു. ഈ പ്രവചനം ജപ്പാനിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. റിയോ ടാറ്റ്സുഗിയുടെ പ്രവചനം കാരണം ചില വ്യക്തികളും യാത്രാ ഏജൻസികളും ബുക്കിംഗുകൾ കുറഞ്ഞതായും റദ്ദാക്കലുകൾ ഉണ്ടായതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഔദ്യോഗികമായ നിയന്ത്രണങ്ങൾ കൊണ്ടല്ലെന്നും മറിച്ച് ജനങ്ങൾക്കിടയിലുള്ള ആശങ്ക കാരണമാണ് ഇത് സംഭവിക്കുന്നതെന്നുമാണ് ജാപ്പനീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. രാജ്യത്തെ നിരീക്ഷണ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പൂർണ്ണമായും പ്രവർത്തിക്കുന്നുണ്ടെന്നും 2025 ജൂലൈ മാസത്തേക്ക് പ്രത്യേക മുന്നറിയിപ്പുകളൊന്നും നിലവിലില്ലെന്നും അതുകൊണ്ട് യാത്ര ചെയ്യുന്നതിൽ ആശങ്ക വേണ്ട എന്നും അധികൃതർ ഉറപ്പ് നൽകുന്നുണ്ട്. റിയോ ടാറ്റ്സുഗിയുടെ പ്രവചനങ്ങൾ യാദൃശ്ചികമാണോ അതോ അമാനുഷികമായ സിദ്ധിയാണോ എന്നത് ഇന്നും ചോദ്യചിഹ്നമായി നിലനിൽക്കുന്ന ഒന്നാണെങ്കിലും അവരുടെ മുൻകാല പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായ ചരിത്രം കണക്കിലെടുത്ത് 2025 ജൂലൈ 5 പ്രവചനം ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ ഭയം നിറയ്ക്കുന്നതാണ്.